പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ മുൻ MLA PK ശശിക്കെതിരെ പാലക്കാട്ടെ CPM നേതാക്കൾ രംഗത്ത് വന്നു. അമിതമായ ലാളന കൊടുത്തതുകൊണ്ടാകും PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്ന് മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് പറഞ്ഞു. തെറ്റിദ്ധരുത്തിയാൽ PK ശശിക്ക് ഇനിയും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും NN കൃഷ്ണദാസ്. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. ഓരോ സെക്രട്ടറിമാരും മാറുമ്പോൾ എന്തെങ്കിലും ഒരു സമ്പ്രദായം മാറിയതായി തോന്നിയിട്ടില്ല. പാർട്ടിയുടെ പൊതുധാരയിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് ചിലപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ നീരസമുള്ളത് കൊണ്ടോ വിഷമമുള്ളത് കൊണ്ടോ ആയിരിക്കും. ആ ഒരു വൈകാരികത കഴിഞ്ഞാൽ അവർക്ക് CPM-ന് കൂടെ വരണം. ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുള്ള ഒരാൾക്കും CPMൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ഷാരിഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. PK ശശിക്ക് അതായത് ഇത്രയും ലാളനയും അതുപോലെ തന്നെ അമിതമായ പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു നേതാവ് PK ശശിയെ പോലെ മറ്റൊരു നേതാവ് പാലക്കാട് ജില്ലയിലില്ലെന്നാണ് CPM-ന്റെ തന്നെ മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ അമിതമായ ലാളന കിട്ടിയത് കൊണ്ടാവും PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഇതുള്ളതുകൊണ്ടതാണ് PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്നും PK ശശിക്ക് വ്യക്തിപരമായ ഒട്ടേറെ താല്പര്യങ്ങളുണ്ടെന്നും NN കൃഷ്ണദാസ് അദ്ദേഹത്തെ വിമർശിച്ചു. അതുപോലെ തന്നെ PK ശശി ഇനി തെറ്റിതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. PK ശശിയെ കുറിച്ച് അതായത് PK ശശി ഇത്തരം ഒരു പ്രസ്താവനകൾ നടത്തുമെന്ന് കരുതിയിരുന്നില്ല എന്നും NN കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം PK ശശി ഗുരുതരമായ ആരോപണം ഉന്നയിച്ച CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ NN കൃഷ്ണദാസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നുള്ള വാദമൊക്കെ PK ശശിയോട് തന്നെ ചോദിക്കണം. അത്തരത്തിൽ ഒരു വെറും നിസാരമായ ആരോപണങ്ങളാണ് PK ശശി ഉന്നയിക്കുന്നതെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നു. അത്തരത്തിലുണ്ടെങ്കിൽ ശശി തെളിവുകൾ പുറത്തുവിടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ തെളിവുകൾ പുറത്തുവിട്ടാൽ അത് മറികടക്കാനുള്ള അവസരങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ PK ശശി വലിയ ഒരു പാർട്ടിക്കെതിരെ വലിയൊരു വഞ്ചനയും അതുപോലെ തന്നെ പാർട്ടിയെ ചതിക്കുഴിയിലാക്കിയാണ് പോയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ NN കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് PK ശശി ഇത്തരത്തിൽ പാർട്ടിയെ വഞ്ചിച്ച് ഒരു ഘട്ടത്തിൽ പാർട്ടിയെ വഞ്ചിച്ച് ഇത്തരത്തിൽ ഒരു വിമത കൺവെൻഷനൊപ്പം പങ്കെടുത്ത് പോയതെന്നും NN കൃഷ്ണദാസ് പറയുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.